Hi friends, welcome to Aisha's Kitchen. ഇന്നത്തെ റെസിപ്പി മുളക് ബജിയുടെ റെസിപ്പിയാണ്. ഒരു സ്പെഷ്യൽ മുളക് ബജിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള മുളക് ബജി റെസിപ്പി. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മുളക് ബജി മുളകല്ല, നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന എരിവില്ലാത്ത നീളമുള്ള മുളക് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബജി മുളക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ് അത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റെസിപ്പി ഇങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യാനുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വീതം വലിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, അതുപോലെ മല്ലിയില, ഇത് മൂന്നും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം കൂടുതലാവരുത്, അല്പം മാത്രം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇതിപ്പോൾ ഗ്രൈൻഡ് ചെയ്തതാണ്, അതായത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്, പൊടിച്ചെടുത്തിട്ടുണ്ട് ചിക്കന്. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് വേവിച്ചിട്ട് അത് ഗ്രൈൻഡറിൽ പൊടിച്ചെടുത്തതാണ് ഇതിപ്പോൾ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ. അല്ലാതെ നമ്മൾ കട്ട്ലേറ്റ്, സമൂസ ഇതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പോലെ ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകുന്ന ഒരു പരുവമായി കിട്ടണം. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മുളക്. നമ്മൾ എരിവില്ലാത്ത മുളകാണിത്. നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല നീളമുള്ള എരിവില്ലാത്ത മുളകാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എരിവില്ലാത്ത മുളകാണ്. അതുകൊണ്ടാണ് ഇത് തയ്യാറാക്കേണ്ടത്. നിങ്ങൾ ഒരു തവണ ഇതുകൊണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മുളകേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അത്രക്കും ടേസ്റ്റാണ് ഇതുകൊണ്ട് തയ്യാറാക്കുമ്പോൾ. അപ്പോൾ മുളക് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ നടുവേ ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക. അതായത് രണ്ടറ്റവും നമ്മൾ കട്ട് ചെയ്യരുത്, നടു മാത്രം ഒന്ന് കീറി കൊടുക്കണം. നീളത്തിൽ തന്നെ കീറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഈ ചില്ലിയുടെ സീഡൊക്കെ പുറത്തേക്ക് കളയണം. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് അറിയാതെ പെട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് എരിവ് കുറച്ച് കൂടുതലായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് ഒഴിവാക്കുക. എന്നിട്ട് ആ ഒരു സ്പേസിലാണ് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ മാക്സിമം ഞാൻ സീഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ മുളകും നമ്മൾ ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ ഈ ഒരു മുളകിന് പകരം നിങ്ങൾ സാധാരണയുള്ള ബജി മുളകാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ, തയ്യാറാക്കേണ്ടി വരും. കാരണം ബജി മുളക് അത്യാവശ്യം നല്ല വലുപ്പമുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അത്യാവശ്യം ഫില്ല് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഒരുപാട് വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളുടെ മുളകൊക്കെ നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റഫ് ചെയ്യാൻ നോക്കാം ഇനി. അപ്പോൾ അതിനു മുമ്പ് നമ്മൾക്ക് കടലമാവിൻ്റെ ഒരു മിക്സ്ചർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പോൾ 1 കപ്പ് കടലമാവിലേക്ക് അല്പം മുളക് പൊടിയും അല്പം ഉപ്പും ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പരുവാക്കി എടുക്കണം നമ്മൾക്ക്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വെള്ളം പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. അതായത് വളരെ തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആവണം. എന്നാലേ നമുക്ക് ഈ മുളക് അതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ആ മുളകിൽ നമ്മളത് ആ കടലമാവ് പിടിക്കുള്ളൂ. അല്ലെങ്കിൽ നല്ല തിന്നാണെങ്കിൽ ആ മുളകിൽ പിടിക്കില്ല. അപ്പം ഈ ഒരു റെസിപ്പി നന്നാവില്ല. അപ്പം അതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ നമ്മളത് കുഴച്ചെടുക്കണം. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു റെസിപ്പി ഓൾറെഡി ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഈ കടലമാവിൻ്റെ മിക്സ്ചർ നമ്മളെ ഈ ഒരു മുളകിൽ അത്യാവശ്യം നന്നായിട്ട് കോട്ടാവാത്തത് എന്നൊക്കെ, അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ കോട്ടിങ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ റീസണാണ് ഞാനിപ്പോൾ പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് നമ്മളിപ്പോൾ ഇത് കുഴച്ചെടുക്കണം. വളരെ തിന്നായിട്ട് കുഴച്ചെടുക്കരുത്, നല്ല തിക്കായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. പിന്നെ വേറൊരു ടിപ്പ് കൂടിയിട്ട് അത് ഫൈനലായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ ഈ തയ്യാറാക്കിയിട്ടുള്ള മാവ് നമുക്ക് ഇതുപോലെ നീളമുള്ള ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മുളക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം ഈ മാവിൽ. ഇനി ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ഇതിപ്പോൾ 1/4 കപ്പ് കോൺഫ്ലോർ ഉണ്ട്, അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലമാവിൻ്റെ മിക്സ്ചറാണിത്. പിന്നെ ചിക്കൻ നമ്മൾ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാക്കിയതാണിത്. അതുപോലെ അത്യാവശ്യം ഒരു 2 കപ്പോളം വേണ്ടി വരും ബ്രെഡ് പൊടിച്ചത്. അതാണ് ഇതിലെ ട്രിക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സ്റ്റഫ് ചെയ്യാൻ നോക്കാം. ഇനി ഇതുപോലെ ഓരോ മുളകും എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സീഡൊക്കെ റിമൂവ് ചെയ്ത ആ സ്പേസിൽ ഈ ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് നിറച്ചെടുക്കണം. നന്നായിട്ട് നിറയ്ക്കണം കേട്ടോ നമ്മൾ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുള്ളൂ, ചിക്കൻ്റെ ടേസ്റ്റ്. മാക്സിമം നന്നായിട്ട് അതിൻ്റെ അകത്ത് നന്നായിട്ട് സ്റ്റഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മുളക് നന്നായിട്ട് സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കോൺഫ്ലോറിലൊന്ന് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം കോൺഫ്ലോറിൽ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റഫ് ചെയ്തത് പുറത്തേക്ക് പോവാതിരിക്കാനാണ് നമ്മൾ കോൺഫ്ലോറിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾക്ക് ഈ ഒരു കടലമാവിൻ്റെ മിക്സ്ചറിൽ ഇനി അടുത്തതായിട്ട് നമ്മളൊന്ന് ഡിപ്പ് ചെയ്യണം. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലായതുകൊണ്ട് കണ്ടോ, നമുക്ക് പെട്ടെന്ന് ഡിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനിയാണ് ഇതിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റെപ്പ്. ഈ ഡിപ്പ് ചെയ്തത് നേരെ ബ്രെഡ് പൊടിച്ചതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ബ്രെഡ് പൊടിച്ചത് നന്നായിട്ട് അതിൽ സ്റ്റിക്ക് ആവുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള മുളക് ബജി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ മുളകും ചെയ്തെടുക്കാം. നമ്മളിപ്പം ബ്രെഡ് പൊടിച്ചതിൽ നമ്മൾ റോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ മുളക് ബജി തയ്യാറാക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് 2 ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ബ്രെഡ് ക്രംസിൽ നമ്മൾ റോൾ ചെയ്യുന്നതിൽ. കാരണം ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോട്ടിങ്, ഈ ഒരു കടലമാവിൻ്റെ കോട്ടിങ് പോവില്ല. നമ്മൾക്കത് അത്രയും ധൈര്യത്തിൽ നമുക്കത് എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത് ഇതുപോലെ ബ്രെഡ് പൊടിച്ചതിൽ നമ്മൾ റോൾ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കത് തയ്യാറാക്കിയ ശേഷം നമുക്കത് ഫ്രീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയും യൂസ് ചെയ്യാം. സാധാരണ നമ്മൾ മുളക് ബജി തയ്യാറാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മാവൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ, കാരണം ആ മാവ് അതിൽ ഒട്ടിപ്പിടിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് നമുക്ക് തയ്യാറാക്കിയ ശേഷം നമുക്ക് ഫ്രീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുളക് ബജി റെഡിയാക്കാം. ഇനി ഇതെങ്ങനെ ഫ്രീസ് ചെയ്യലെന്നുള്ളത് ഞാൻ കബാബിൻ്റെ റെസിപ്പിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഫ്രീസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾക്ക് ഈ മുളക് ബജി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മുളക് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് മുങ്ങി കിടക്കണം. എല്ലാ വശവും നന്നായിട്ട് എണ്ണയിൽ മുങ്ങി കിടക്കുന്ന രീതിയിലാവണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം വീതിയുള്ള പാൻ എടുത്തതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം കുറഞ്ഞ എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇടുന്ന സമയത്ത് മാത്രം അത് മൊത്തത്തിൽ മുങ്ങിക്കിടന്നാൽ മതി, അതായത് എണ്ണയിൽ മൊത്തത്തിൽ മുങ്ങിക്കിടന്നാൽ മതി. പിന്നെ കുഴപ്പമില്ല, പിന്നെ അത് ഫ്രൈ ആയിക്കോളും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓരോ മുളകും നമ്മളിപ്പോൾ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു പാന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് ശരിക്കും 2 സൈഡൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് എണ്ണയിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്ത എണ്ണ വീണ്ടും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഒരുപാട് എണ്ണ വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്. ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാനും മറക്കരുത്. അതുപോലെ 2 സൈഡും ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ റെസിപ്പിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബ്രെഡിൻ്റെ സ്നാക്സ് അതുപോലെ പൊട്ടാറ്റോ സ്നാക്സ് ഇതൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ബ്രെഡും പൊട്ടാറ്റോ ഒക്കെ ഒരുപാട് എണ്ണ കുടിക്കും. നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ. അതുപോലെ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ അകത്ത് വേവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാൽ നല്ല ക്രിസ്പി ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ മുളക് ബജി ഫ്രൈ ആയിട്ടുണ്ട്. 2 വശവും നന്നായിട്ട് ഗോൾഡൻ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ എല്ലാ മുളകും നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ മുളകും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ ഞാനിതിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളതാണ്, ബജി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല ക്രിസ്പിയാണ് പുറമേ, പക്ഷെ അകത്ത് നല്ല സോഫ്റ്റ് ആണ്. നമ്മളെ ചിക്കൻ്റെ സ്റ്റഫിങ്ങും ഒക്കെ കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ഈ മുളക് കൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വാട്സാപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.